നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാക്കുകളെ പറ്റിയാണ്, പവർ ഓഫ് വേർഡ്സിനെ പറ്റിയാണ്. വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന പല വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വാക്കുകളില്ല, നമ്മൾ സംസാരിക്കാറുണ്ട്. ആ നാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സ് പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ, എനിക്ക് എന്നോട് തന്നെ സംസാരിക്കാൻ എനിക്കത് യൂസ് ചെയ്യും. സെൽഫ് ടോക്ക്. സോ ഈ വാക്കുകൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് നമ്മുടെ ലൈഫിലുള്ളത്. നമ്മളത് ഇല്ലാതെ നമ്മളുമില്ല. സോ ക്വസ്റ്റ്യൻ എന്താണ്, ഈ പവർ ഓഫ് വേർഡ്സ്? ഈ പവർ ഓഫ് വേർഡ്സ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒന്ന് ഉദ്ദേശിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ടൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടെന്ന് ഒരാൾ തിരിച്ചറിയുവാണെങ്കിൽ, ടു ദി എക്സ്റ്റെൻറ്റ് നമ്മൾ പറയുന്ന വാക്കുകൾ പോലത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ കറങ്ങി വരുന്നേ എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തു. നമ്മൾ എത്രത്തോളം നല്ല വാക്കുകളായിരിക്കും നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത്. പക്ഷെ അത് നേരാണോ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ സെൽഫ് ഡിപ്ലേറ്റ് ചെയ്യുന്ന വാക്കുകളാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ബാക്കിയുള്ളവർക്കും വേണ്ടി അതായിരിക്കും ചെയ്യുന്നത്. സ്വയമേ നമ്മൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്കും അത് തന്നെയല്ലേ ഉപയോഗിക്കാൻ പോകും. സോ ഈ പവർ ഓഫ് വേർഡ്സ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. രോഗങ്ങളുള്ള ഒരാളാണ്, നിത്യേന രോഗം. ഓക്കെ, അപ്പോൾ അവരോട് ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ്, എങ്ങനെയുള്ളൂ, സുഖപ്പെട്ടോ? അപ്പോൾ അവർ പറയാൻ പോകുന്ന ഞങ്ങൾക്ക് സിറ്റുവേഷൻ ഞാൻ ശരിക്കും ഫേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുന്നത്, എനിക്കിവിടെ രോഗങ്ങൾ പറയാൻ, എനിക്ക് ഉള്ള എല്ലാ രോഗങ്ങളും ഉണ്ട്, ഇനിയിപ്പോൾ ഇല്ലാത്ത രോഗങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ഇനി സയൻറ്റിസ്റ്റ് വല്ലതും വന്നിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അവരുടെ വേർഡ്സിൽ നിന്ന് അവർ കൊടുത്ത പവർ എന്തിലോട്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, രോഗങ്ങളിലേക്ക് തന്നെയാണ് അവർ വീണ്ടും ആ വേർഡ്സിൻ്റെ പവർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അവർ പറയുകയാണെങ്കിൽ വേർഡ്സ് ലൈക്ക് എൻ്റെ രോഗം ഹീലായിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ രോഗം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാണെങ്കിലോ, അതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റീവിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ ജീവിതം കൊള്ളത്തില്ല, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്, നെഗറ്റീവ് മൈൻഡുകളുണ്ട്, പോസിറ്റീവ് മൈൻഡുകളുണ്ട്. സോ നെഗറ്റീവ് മൈൻഡുകളിൽ ഉള്ള ഒരാൾക്ക് ജീവിതം നെഗറ്റീവ് ആയിരിക്കും. അവർ പറയുമ്പോൾ തന്നെ ജീവിതം കൊള്ളത്തില്ല, ഞാൻ എന്നാ ചെയ്താലും കൊള്ളാവും, ഞാൻ എന്നാ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ എന്നാ തുടങ്ങിയാലും അത് പണിയിൽ അവസാനിക്കത്തുള്ളൂ അന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടാണ് അയാളുടെ പവർ കൊടുത്തിരിക്കുന്നത് വേർഡ്സിൻ്റെ? എല്ലാം കുളമാകും. അതുപോലെ തന്നെ കുളമാകും. ഇപ്പം എല്ലാം നന്നാവുമെന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ, എൻ്റെ ജീവിതം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതം ഉള്ളത്, എൻ്റെ ജീവിതം എന്നെ ഹാപ്പി ആക്കുന്നത്, എൻ്റെ ജീവിതം ബ്യൂട്ടിഫുൾ ആണ്, എൻ്റെ ജീവിതം എന്തൂസിയാസ്റ്റിക്, എൻ്റെ ജീവിതം ഫ്രീഡം ഉള്ളതാണ്, എൻ്റെ ജീവിതം ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്, എൻ്റെ ജീവിതം ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷമായി. ശരിയല്ലേ? സോ അതാണ് ഈ ചെറിയ ചേഞ്ച് ഓഫ് ഈ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, നമുക്ക് മൈൻഡ് വെച്ച് ചെയ്യാൻ കഷ്ടപ്പാടാണ്. ഒരാളോട് പെട്ടെന്ന് നമ്മൾ മൈൻഡിനകത്തോട്ട് കയറിയിട്ട് അതിനെ അനലൈസ് ചെയ്യാനൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് നമുക്ക് വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഈസിയാണ്. അല്ല 100 കിലോ ഡംബിൾ വെക്കാൻ പറയുന്നില്ലല്ലോ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രം ഒന്ന് മാറ്റി തിരിച്ചാൽ മതി. ഇതൊക്കെ വർക്കാവും എന്നുള്ള ചോദ്യം ചോദിക്കുവാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഈ കഴിഞ്ഞൊരു കുറച്ചൊരു വർഷങ്ങൾ നിങ്ങൾ ഡ്വെല്ല് ചെയ്യുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു നോക്കി. അതൊരു പോരായ്മയുടെ സ്ഥലത്തു നിന്നാണോ? എന്നാ ചെയ്താലും ഈ വീട്ടിൽ ഇങ്ങനെയാണ്, എന്നാ ചെയ്താലും നന്നാകത്തില്ല, അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ. അതേപോലും അബണ്ടൻസിൽ വിശ്വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അബണ്ടൻസ് അയാൾക്ക് കാണാൻ കിട്ടും. അതാണ് ഈ പവർ ഓഫ് വേർഡ്സിൻ്റെ ഒരു സംഭവം. ഇൻഫാക്ട് വേണമെങ്കിൽ ഒരു ക്വാർട്ടർ തന്നെ പറയാം, യു ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്. ഇത് ബൈബിളിലെ ഒരു ഫേമസ് കോട്ടാണ്. താങ്കൾ ചോദിക്കൂ, താങ്കൾക്ക് അത് കിട്ടും. മനസ്സിലായല്ലേ? ഇതൊരു ട്രിക്കാണ്. അപ്പോൾ താങ്കൾ ചോദിക്കുന്നത് എന്താണ്? താങ്കൾ ചോദിക്കുന്ന നെഗറ്റിവിറ്റി ആണെങ്കിലോ, രോഗങ്ങളാണെങ്കിലോ, കുറവുകളാണെങ്കിലോ, എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ കയ്യിൽ അതില്ല, എൻ്റെ ഇതില്ല, എനിക്ക് സുഖങ്ങളില്ല, അത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ദ തിങ് ഈസ്, ഫസ്റ്റ് നമ്മളത് മാറ്റിമറിക്കുക, നമ്മുടെ ചിന്തകൾ മാറ്റിമറിക്കുക, വാക്കുകൾ മാറ്റിമറിക്കുക. ചിന്തകൾ മാറ്റിമറിക്കാൻ പറ്റത്തില്ല, വാക്കുകൾ മാറ്റിമറിക്കുക. വാക്കുകളിൽ സെൽഫ് എംപവറിങ് വാക്കുകൾ യൂസ് ചെയ്യുക. എൻ്റെ ജീവിതം നല്ലതാണ്, എന്ത് വേണമെങ്കിലും പറയാം. താങ്കൾക്ക് ഇഷ്ടമുള്ള റിയാലിറ്റി ഉള്ളൂ. താങ്കൾക്ക് മൊറീഷ്യസിൽ പോകണം, ഞാൻ മൊറീഷ്യസിൽ പോയിരിക്കും, പറയുക, ഇത് സംഭവിക്കും. സോ യു ക്യാൻ ഷിഫ്റ്റ് ദ റിയാലിറ്റി. ലൈഫിൻ്റെ റിയാലിറ്റി കുറേയൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വാക്കുകൾ കൂടെ. ദെയർബൈ വി കൺട്രോൾ അവർ മൈൻഡ്. അപ്പോൾ ഈ സെൽഫ് കേഴ്സിങ് അല്ലെങ്കിൽ സ്വയമേ പ്രാകുന്ന ടൈപ്പ് ഓഫ് വാക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ശ്രദ്ധിക്കുക, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞാലും അപ്പോഴും ഒഴിവാക്കുക. ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ സ്വയമേ നമ്മളെ തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ.
സോ പവർ ഓഫ് വേർഡ്സ് മനസ്സിലാക്കുക. ആൻഡ് മൈൻഡ് ഈസ് വാട്ട് ക്രിയേറ്റ്സ് മാറ്റർ. മൈൻഡിൽ നിന്നാണ് മാറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് പകുതി കൂടുതൽ 90% കിടക്കുന്നത് നമ്മൾ എന്ത് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംഭവത്തിലാണ്. സോ വാക്കുകൾ ആലോചിച്ചും കണ്ടും കോൺഷ്യസ്ലി ഉപയോഗിക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. സിമ്പിൾ ട്രിക്കാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ എക്സിസ്റ്റൻസ് ഈസ് ലിസണിങ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിനോട് നല്ലപോലെ സംസാരിക്കും. നല്ലപോലെ സംസാരിച്ചാൽ അതിനുള്ള കാര്യം നിങ്ങൾക്ക് തിരിച്ചു വരും. ഇതൊരു മിറർ പോലെയാണ്. ഒരു മിററിന് മുമ്പിൽ നമ്മൾ നിൽക്കുവാണെന്ന് വിചാരിച്ചോ, ആ നിൽക്കുമ്പോൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ ആയിരിക്കും ഒരു മിററിന് മുമ്പിൽ വരാൻ പോകുന്നത്, അല്ലയോ? ഈ കൈ പൊക്കുമ്പോൾ ഈ കൈ അത് പൊക്കി കാണിക്കും, ശരിയല്ലേ? ഞാൻ ഈ കയ്യിൽ നെഗറ്റിവിറ്റിയെ പിടിച്ചേക്കും, നിങ്ങൾ പൊക്കി കാണിച്ചേക്കുകയാണെങ്കിൽ എന്താണ് തിരിച്ചു വരാൻ പോകുന്നത്? ആ നെഗറ്റിവിറ്റി തന്നെ തിരിച്ചു വരും. സോ നിങ്ങളതിനെ ആ നെഗറ്റിവിറ്റി എന്നുള്ള സാധനം ക്രോസ് മാർക്ക് ഇട്ടിട്ട് അവിടെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാം, നിങ്ങളെക്കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും. അത് തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. ദിസ് ഈസ് എ പ്രോസസ്സ്. പതുക്കെ പറ്റത്തുള്ളൂ. ആദ്യം നമ്മുടെ ഈ വേസ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, പക്ഷേ ബൈ പ്രാക്ടീസ് വി ക്യാൻ ചേഞ്ച് ഇറ്റ്. സോ യു ക്യാൻ ഓൾമോസ്റ്റ് ബെൻഡ് ദ റിയാലിറ്റി വിത്ത് യുവർ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സ് കൊണ്ട് നിങ്ങൾക്ക് റിയാലിറ്റി ബെൻഡ് ചെയ്യാൻ പറ്റും. ഈ കാര്യം മനസ്സിലാക്കുക. ഈ കാര്യം വേണേൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിക്കോ. വിശ്വസിക്കണമെന്നില്ല, എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിക്കോ. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രിക്ക്. അണ്ടർസ്റ്റാൻഡ് ദ മാജിക് ഓഫ് ലൈഫ്. അണ്ടർസ്റ്റാൻഡ് ദ മാജിക് ഓഫ് പവർ ഓഫ് വേർഡ്സ്.